സമ്പത്ത്, കഴിവ്, ആയുസ്, ആഫിയത്ത്, ആരോഗ്യം, സമ്പത്ത് നമുക്ക് തന്നാൽ നമുക്ക് ഒരുപാട് ദാനം ചെയ്യാനുള്ള മനസ്സും അല്ലാഹു നമുക്ക് നൽകും. അതുപോലെ നമ്മുടെ മേത്തൊക്കെ ഒരുപാട് കടങ്ങൾ വീടാതെ ഹബീബായ മുത്തനബിന്റെ റൗളയിലേക്ക് പോയാൽ പോലും ശരിയാകുകയില്ല. മഖബൂലുമായ ഹജ്ജും ഉംറയും നടത്തുന്നത് അല്ലാഹുവേ, ദുനിയാവിലുള്ള ഞങ്ങളുടെ കടപാടുകളൊക്കെ ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്ക് വീട്ടിൽ തരണേ പടച്ചവനെ. ഒരു ശരീരത്തിൽ പോലും കടമില്ലാതെ റാഹത്തോടുകൂടി ഹബീബായ മുത്തനബിനെ ഞങ്ങൾ ഒരുപാട് നേരം ഹബീബായ മുത്തനബിന്റെ സലാത്ത് ഇവിടെ വെച്ച് ചെല്ലി ഹബീബായ മുത്തനബിന്റെ മൗലൂദുകൾ ഇവിടെ വെച്ച് അള്ളാന്റെ ഔലിയാക്കന്മാരെ ഒരുപാട് മഹാന്മാരെ ഒരുപാട് ബൈത്ത് ചെല്ലാനാണ് ഒരുപാട് സമയങ്ങൾ 10 മണിവരൊക്കെ നമുക്ക് പെർമിഷൻ ഉള്ളു. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് കഴിക്കാനുള്ളൂ. നിങ്ങൾ നല്ലൊരു കാലിന്റെ ചൂട്ടിൽ നിങ്ങൾ എപ്പോഴാണ് അതിനുള്ള അനുഗ്രഹം എങ്ങനെ വേണ്ടിച്ചു നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് അനുഗ്രഹിച്ചത് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെങ്കിൽ അതുപോലെ നമ്മുടെ ആവശ്യത്തിന് അള്ളാഹു മക്കളെയും എല്ലാവരെയും സന്തോഷമാക്കി തരട്ടെ. സഹോദരക്ഷതാവായ പൊരുത്തത്തിൽ മരിക്കുന്നവരെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ശൈഖിന്റെ എത്തിക്കാനെയുണ്ട് നിങ്ങൾ കല്യാണം ഒരു ദിവസം അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിന്റെ ഒരു ചന്ദ്രൻ നോക്കുന്നു. അതൊക്കെ നമ്മളാക്കിയിട്ടല്ല, അതൊക്കെ അവിടുന്ന് തരുന്ന മുതൽ കൊണ്ട് അപ്പൊ ആ 35,000 ആ ബിൽഡിംഗ് അത് നമ്മളെ ഒരു ഇടങ്ങേറ് കൂടാതെ ബഹുമാനപ്പെട്ട ശൈഖ് ഖാജാന്റെ അവിടുത്തെ പെർമിഷനോട് കൂടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു ദിവസം വരെ 50-50ഓളം കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടികൾ ദിവസവും സലാത്തുകളും ദിക്റുകളും അവിടെ വെച്ചോണ്ട് അതിനുള്ള മഴീഷ അവർക്ക് കിട്ടുന്നു. അതുപോലെ ഈ ബഹുമാനപ്പെട്ട ശൈഖിന്റെ ഹളറത്തിൽ ഒരു ദിവസം 20 മുടങ്ങുകയും. അപ്പൊ ഈ ഉപ്പാപ്പാന്റെ ഹളറത്തിൽ നിങ്ങൾ വന്നവരൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കും, എന്റെ മുറാദുകൾ ഹാസിലായി കഴിഞ്ഞാൽ എന്റെ ഉപ്പാപ്പയുടെ ആണ്ട് ആ ആണ്ടിലേക്ക് എന്നാൽ കഴിയുന്ന ഒരു ചാക്കാരിയോ എന്നാൽ കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ അവർ ഒരു പോർട്ടോ പൈസ ആയിട്ടൊന്നും നിങ്ങൾ ആരും കൊണ്ടുവരണ്ട. നിങ്ങൾ ആ സാധനം കൊടുക്കുന്ന ഉപ്പാപ്പാന്റെ ഹളറത്തിന് കൊടുക്കണം. അത് ആർക്കും അത് കണ്ടിട്ട് നിങ്ങൾ പോകാൻ പാടില്ല.